പാലാ നഗരസഭയിൽ ചെയർമാൻ ഷാജു വി തുരുത്തിനെതിരെയുള്ള അവിശ്വാസ നീക്കത്തിൽ നിന്ന് UDF പിന്മാറിയേക്കും. UDF സ്വതന്ത്രൻ കൊണ്ടുവന്ന അവിശ്വാസത്തെ കേരള കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് നേതൃത്വം നിലപാടെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് UDF വിട്ടുനിൽക്കാൻ ആലോചിക്കുന്നത്. UDF കൌൺസിലർമാർ മാനസി കാപ്പൻ MLAയുടെ വസതിയിൽ യോഗം ചേരുകയാണ്. ഷാജു തുരുത്തിനെതിരെയുള്ള ഒരു അവിശ്വാസമായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഇത് പ്രതിപക്ഷത്തിനെതിരെയുള്ള ഒരു അവിശ്വാസം ഞങ്ങൾ ഉടനെ പോലെ അതിനെ കാണുന്നു. LDFിന്റെ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ കരാറുണ്ട്. അതുപ്രകാരം ഷാജു വി തുരുത്തൻ ഫെബ്രുവരി 2 രാജിവെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 2 രാജിവെക്കേണ്ട ഷാജു വി തുരുത്തിന് എതിരെ അവിശ്വാസം പ്രതിപക്ഷം കൊണ്ടതിൻ്റെ ഉദ്ദേശം ഇത് അവിശ്വാസം തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ഷാജു വി തുരുത്തിനെ ഈ സ്ഥാനത്ത് നിലനിർത്തുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ LDFിൽ ഒരു അനൈക്യം ഉണ്ടാക്കുക. പക്ഷേ ആ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ച് CPM CPM കേരള കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടായിട്ട്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇന്നലെ 14 പേര് ഒറ്റക്കെട്ടായിട്ട് കൊടുത്തത്. അതുകൊണ്ട് അതാണ് ഇതിനകത്തെ ലക്ഷ്യം. ഷാജു വി തുരുത്തിൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ബിജു. ഭരണപക്ഷത്തെ മുഴുവൻ കൌൺസിലർമാരും ഇതേ നിലപാടിലാണെന്നും ബിജു പറഞ്ഞു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, അവിടെ പാലാ നഗരസഭയിൽ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുകയാണ്. നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ UDF വിട്ടുനിൽക്കുകയാണ്. UDF സ്വതന്ത്രൻ തന്നെയാണ് അവിശ്വാസം കൊണ്ടുവന്നത്. പക്ഷേ എന്താണ് UDF തന്നെ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ? വിജയമെങ്കിൽ ചെയർമാൻ ഷാജു തുരുത്തിൽ രാജിവെക്കണം എന്നുള്ളത് LDFിലെ ഒരു പൊതു തീരുമാനമായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു ധാരണ അങ്ങനെ തന്നെയായിരുന്നു. ഈ ധാരണ പാലിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ LDF കൗൺസിലർമാർ യോഗം ചേർന്ന് ഈ തീരുമാനം ഐക്യകണ്ഠേന ഈ ചെയർമാനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ആവശ്യം ചെയർമാൻ തള്ളുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും UDF സ്വതന്ത്രനാണ് ഈ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് UDF അംഗങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. UDF കൊണ്ടുവന്ന അവിശ്വാസത്തെ കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ചെയർമാൻ രാജിവെച്ചില്ലെങ്കിൽ, പലവെള്ളിക്കുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ ഈ അവിശ്വാസത്തെ കേരള കോൺഗ്രസ് എം പിന്തുണയ്ക്കും എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതിലൊരു രാഷ്ട്രീയ നിലപാടാണ് കോൺഗ്രസ് കാണുന്നത്. അതായത് ഈ ചെയർമാൻ UDF കൊണ്ടുവന്ന അവിശ്വാസം കേരള കോൺഗ്രസ് എം പിന്തുണയ്ക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഈ ഒരു അതിലേക്ക് കാണുന്ന ഒരു രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാടിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരുപക്ഷെ ഈ വിശ്വാസ പ്രമേയ ചർച്ചയെ ഒറ്റയ്ക്ക് നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് UDF എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ 14 പേർ, അതായത് ഒരു ഫോം തികയാനുള്ള 14 പേർ നിലവിൽ ഉണ്ട്. അതായത് മറ്റു സ്ഥലത്ത് ജോലിയിലായിരുന്ന ഒരു കൗൺസിലർ കൂടി ഇന്നലെ LDF അംഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 14 പേർ ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കും. അങ്ങനെ അതോടൊപ്പം തന്നെ 2 കൗൺസിലർമാർ, LDFിൽ നിന്ന് നേരത്തെ പുറത്താക്കപ്പെട്ട 2 കൗൺസിലർമാർ, കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ഇലക്ഷനൊക്കെ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം LDFിനൊപ്പം തന്നെ നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഈ ഇതിൽ പങ്കെടുത്താൽ അവർ സ്വീകരിക്കുന്ന ഒരു നിലപാട് കൂടി നിർണായകമാകും. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അവിശ്വാസം പാസ്സാക്കാനുള്ള ഒരു നിലപാടായിരിക്കും ഇപ്പോൾ LDF സ്വീകരിക്കുക. എന്തായാലും UDFിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ മാനസി കാപ്പന്റെ വസതിയിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. ഇന്നും ഇതിന്റെ അത്തരത്തിലുള്ള ഒരു കൂടിയാലോചനകളെല്ലാം അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ ഏത് രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ളത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കേരള കോൺഗ്രസ് LDFിൽ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അതേ രീതിയിൽ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളൊരു രാഷ്ട്രീയ നിലപാട് UDF ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 26 അംഗ കൗൺസിലാണ് ഉള്ളത്. അതിൽ 10 അംഗങ്ങളും കേരള കോൺഗ്രസ് എമ്മിനാണുള്ളത്. ചെയർമാൻ ഒഴികെ 9 പേരും ഇന്ന് അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കും. CPMന്റെയും CPIയുടെയും 5 അംഗങ്ങളും. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തിനെതിരെയാണ് UDF സ്വതന്ത്രൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അതിനെ പിന്തുണയ്ക്കുമെന്നാണ് കേരള കോൺഗ്രസ് എം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നടപടി കേരള കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തി UDF അതിൽ പങ്കെടുത്തേക്കില്ല. എന്തായാലും മാനസി കാപ്പന്റെ നേതൃത്വത്തിൽ അവിടെ യോഗം പുരോഗമിച്ചു വരികയാണ്. വിവരങ്ങളാണ് സിജോ നൽകിയത്.